പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്ന് പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനോ സ്തുതി ഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാരുണ്യപൂർവ്വം നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരിക്രമത്തിന് ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ഇടയനെ വിളിച്ചു ഞാൻ കരഞ്ഞപ്പോൾ ഉടനവനരികിൽ അണഞ്ഞരുളി. ഭയന്നൊരു നിമിഷവും തളരരുതേ. ഉറങ്ങുകില്ല മയങ്ങുകില്ല. നിന്റെ കാൽ വഴുതാനിടയാവുകില്ല. ഉറങ്ങുകില്ല മയങ്ങുകില്ല. നിന്റെ കാൽ വഴുതാനിടയാകുകില്ല. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടെ നടക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുതിരകനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോടും ഈ ലോകം മുഴുവനോടും കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 21-ാം അധ്യായം 9 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. മിശിഹ മകനെ അനുഗ്രഹിക്കട്ടെ. അവസാനത്തെ മഹാമാരികൾ നിറഞ്ഞ 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള വലിയ ഒരു മലയിലേക്ക് ആത്മാവിൽ എന്നെ കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്നും ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറുസലേമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ് ഉണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിനും സൂര്യകാന്തി കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്വവും ഉന്നതമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പസ്തോലന്മാരുടെ പേരുകളും. എന്നോട് സംസാരിച്ചവൻ്റെ അടുക്കൽ നഗരവും അതിൻ്റെ കവാടങ്ങളും മതിലുകൾ അളക്കാൻ സ്വർണം കൊണ്ടുള്ള അളവുകോലുണ്ടായിരുന്നു. നഗരം സമുജ്ജരമായി സ്ഥിതി ചെയ്യുന്നു. അതിന് നീളത്തോളം തന്നെ വീതി. അവൻ ദണ്ട് കൊണ്ട് നഗരം അളന്നു. 12,000 സ്താദിയോൺ. അതിൻ്റെ നീളവും വീതിയും ഉയരവും തുല്യം. അവൻ അതിൻ്റെ മതിൽ അളന്നു. മനുഷ്യൻ്റെ തോതനുസരിച്ച് 144 മുഴം. അത് തന്നെയായിരുന്നു ദൂതൻ്റെ തോതും. മതിൽ സൂര്യകാന്തം കൊണ്ട്, നഗരം തനി സ്വർണം കൊണ്ട് നിർമ്മിച്ചതും സ്ഫടിക തുല്യവും നിർമ്മലവുമായിരുന്നു. നഗരമതിലിൻ്റെ അടിസ്ഥാനങ്ങൾ എല്ലാത്തര രത്നങ്ങൾ കൊണ്ടും അലങ്കൃതം. ഒന്നാമത്തെ അടിസ്ഥാനം സൂര്യകാന്തം, രണ്ടാമത്തേത് ഇന്ദ്രനീലം, മൂന്നാമത്തേത് വൈഡൂര്യം, നാലാമത്തേത് മരതകം, അഞ്ചാമത്തേത് ഗോമേതകം, ആറാമത്തേത് മാണിക്യം, ഏഴാമത്തേത് ചന്ദ്രകാന്തം, എട്ടാമത്തേത് പത്മരാഗം, ഒൻപതാമത്തേത് പുഷ്യരാഗം, പത്താമത്തേത് പവിഴം, 11ാമത്തേത് വജ്രം, 12ാമത്തേത് സൗഗന്ധികം. 12 കവാടങ്ങൾ 12 മുത്തുകളായിരുന്നു. കവാടങ്ങളിൽ ഓരോന്നും ഓരോ മുത്തുകൾ കൊണ്ട് ഉണ്ടാക്കിപ്പെട്ടിരിക്കുന്നു. നഗരത്തിൻ്റെ തെരുവീതി അച്ചസ്ഫടിക തുല്യമായി തനി തങ്കമായിരുന്നു. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനമായ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ആമേൻ.
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 10 1 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 അപ്പസ്തോലന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവൻ്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ പുത്രനായ യാക്കോബ്, അവൻ്റെ സഹോദരൻ യോഹന്നാൻ, പീലിപ്പോസ്, ബർത്തുലോമിയ, തോമസ്, ചുങ്കക്കാരൻ മത്തായി, ഹെൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമയോൻ, യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്ത. ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതയുടെ അടുത്തേക്ക് പോകരുത്, സമരിയക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി, ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ കൊണ്ടുപോകരുത്. വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ഇരിക്കാം. ഇത് വായിച്ചു കേട്ട സുവിശേഷം ആരുടെ സുവിശേഷ? ആ മത്തായിയുടെ സുവിശേഷം. എത്ര അധ്യായം? 10-ാം അധ്യായം. 1 മുതൽ എത്ര വരെയുള്ള വാക്യങ്ങളാണെന്നറിയോ? 15 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് വായിച്ചു കേട്ടത്. ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്നത് 2 സന്ദേശങ്ങളാണ്. ഒന്നാമത്തെ സന്ദേശം 12 ശിഷ്യന്മാരെ ഈശോ തൻ്റെ സുവിശേഷ വേല ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയക്കുന്ന രംഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. തൻ്റെ 12 ശിഷ്യന്മാരോട് അവൻ പല കാര്യങ്ങളും സംസാരിക്കുകയാണ്. പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് വിവരണങ്ങൾ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നുണ്ട്. ഇതിലൂടെ സഭാമാതാവ് നമ്മളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുക? ഒന്നാമത്തെ കാര്യം ഇത്രയേ ഉള്ളൂ: നിൻ്റെ കഴിവിലല്ല, ദൈവത്തിലാണ് നീ ആശ്രയിക്കേണ്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കേണ്ടത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കഴിവിലാണ്, ദൈവത്തിലാണ്. ദൈവത്തിൻ്റെ കൃപയുടെ കീഴിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്ന ഒരു കുടുംബം, എനിക്ക് ഒത്തിരി പരിചയമുള്ള ഒരു കുടുംബമാണ്. ഞാനിരുന്ന ഒരിടവകയിലെ കുടുംബമാണ്. ആ കുടുംബത്തിലെ ഒരു മകള്, ഞാൻ അവിടുന്ന് പോരുമ്പോൾ വളരെ ചെറിയൊരു കൊച്ചായിരുന്നു കേട്ടോ. ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്ത് ഒരു കുടുംബമാണ്. അപ്പോൾ എന്നെ കാണാൻ വരുന്നത് ഒരു പ്രാർത്ഥനാ നിയോഗം കൊണ്ടാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വന്നോട്ടെ. അപ്പോൾ കുറച്ച് മാസങ്ങളായി. അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഞങ്ങൾ വന്നോട്ടെ, ഒരു കാര്യം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു, അപ്പോൾ സന്തോഷമുള്ളൂ, നിങ്ങൾ വരുന്നതിൽ സന്തോഷമുള്ളൂ. അവർ വന്നു. ഒരു പെങ്കൊച്ച് അവർക്കുള്ളൂ, ഒരു മകൾ മാത്രമേ ഇവർക്കുള്ളൂ. അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു, അച്ഛാ പ്രാർത്ഥിക്കണം, ഇവള് OET പരീക്ഷ എഴുതുക, 4-5 പ്രാവശ്യം എഴുതി, ഇനി ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാൻ പോവുക, ഞങ്ങൾ ആകെ മടുത്തിരിക്കുക,
അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഈ കൊച്ചാണെങ്കിൽ ഞാൻ ഉള്ള കാലത്തിൽ എല്ലാത്തിലും ടോപ്പാണ്. 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക്, +2 നല്ല മാർക്ക്, എന്ത് കാര്യമുണ്ടോ പള്ളിയിലെ ഏത് കാര്യത്തിനും മികച്ചു നിൽക്കുന്ന ഒരു കൊച്ച്. പ്രസംഗിക്കണമെങ്കിൽ പ്രസംഗിക്കും, പാട്ട് പാടണമെങ്കിൽ പാട്ട് പാടും, എല്ലാ കാര്യങ്ങൾക്കും 1ാം സ്ഥാനക്കാരി അവള്. കാരണം അത്രയ്ക്കും ബോൾഡാണ്, അത്രയ്ക്ക് കഴിവുണ്ട്. പലപ്പോഴും എന്ത് കാര്യം ആങ്കറിങ്ങിനൊക്കെ ഒരു പള്ളിയിലെ പരിപാടി വരുമ്പോൾ വലിയൊരു ഇടവക 1000-1200 വീട്ടുകാരുള്ളൊരു പള്ളിയിൽ ഏത് പരിപാടിക്കും എന്തിനും കഴിവുള്ള ഒരു കൊച്ച്. അവൾ ക്ലാസ്സിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ആ കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അവളുടെ ക്ലാസ്സിലെ എന്ത് കാര്യത്തിലാണെങ്കിലും 1ാം സ്ഥാനമാണ് അവൾക്ക്. അവളെല്ലാ കാര്യത്തിനും 1ാം സ്ഥാനമാണ്. 10ാം ക്ലാസ്സിലും പരീക്ഷയിലും ഒക്കെ മാർക്കിലും ഒക്കെ 1ാം സ്ഥാനമാണ്. പക്ഷേ OET പരീക്ഷ 4-5 പ്രാവശ്യം എഴുതിയിട്ടും അവളുടെ കൂട്ടുകാരിമാരൊക്കെ പോയി, ഇവള് മാത്രം പോയിട്ടില്ല. അപ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഇവരെൻ്റെ അടുത്ത് വരിക. അവരെൻ്റെ അടുത്ത് വന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, അച്ഛാ വലിയൊരു സ്വപ്നമാണ് അച്ഛാ, 4-5 പ്രാവശ്യം അയച്ചാ എഴുതണു, പക്ഷെ തോറ്റു പോവാ. പഠിക്കുന്നുണ്ട് അച്ഛാ, പരീക്ഷയിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ മാർക്ക് മാത്രം കിട്ടുന്നില്ല, ഞാൻ മാത്രം പാസ്സാകുന്നില്ല. ഞാൻ അവളോട് ചോദിച്ചു, മോളെ നീ നന്നായിട്ട് പഠിക്കുന്ന അച്ഛനറിയാം, നിനക്ക് നല്ല കഴിവുണ്ടെന്നും അച്ഛനറിയാം, പിന്നെ എന്തേ തോറ്റുപോണേ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ അതറിയാൻ വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് ഞങ്ങൾ വന്നേ, എന്തേ ഞാൻ തോറ്റുപോണേ? ഞാൻ പറഞ്ഞു, അവളോട് കുറച്ച് നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ ദൈവാശ്രയബോധം വേണം ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ. എന്ത് കാര്യത്തിനും ദൈവം കൂടെ ഉണ്ടെങ്കിലാ വിജയിക്കാൻ പറ്റുള്ളൂ. ഞാൻ അവളോട് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ പരീക്ഷ വന്നാൽ ഞാൻ പ്രാർത്ഥിക്കില്ല, കാരണം അത്ര നേരം കൂടി ഇരുന്ന് പഠിക്കാം. പള്ളി പോകില്ല, കാരണം എന്താ, പള്ളി പോയാൽ സമയം പോവും, അതുകൊണ്ട് ഇരുന്ന് പഠിക്കാം. പള്ളി പോകാതെ പ്രാർത്ഥിക്കാതെ പഠനത്തിന് മാത്രം അവൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പല കാര്യങ്ങളും അവൾ മാറ്റിവെക്കുന്നത് ഈ പഠനത്തിൻ്റെ പേരിലാണ്, ദൈവത്തിൻ്റെ കാര്യങ്ങൾ. ഒരു കാര്യത്തിനും ദൈവത്തിൻ്റെ കാര്യം വരുമ്പോൾ പള്ളി പോകില്ല, പ്രാർത്ഥിക്കില്ല, കുടുംബ പ്രാർത്ഥനയില്ല, പ്രാർത്ഥിച്ചിട്ടല്ല പഠിക്കാനിരിക്കുന്നത്, ഇതൊന്നും അവൾക്കില്ല. പക്ഷേ എങ്ങനെയൊക്കെയോ ഇത്രയും നാൾ എല്ലാത്തിലും ടോപ്പായി. പക്ഷേ ജീവിതത്തിൻ്റെ ഒരു സുന്ദരമായൊരു നിമിഷം വന്നപ്പോൾ, പ്രധാനപ്പെട്ട ഒരു കാര്യം വന്നപ്പോൾ അവൾ തോറ്റുകിടക്കുക. ഞാൻ എന്തിനത് നിങ്ങളോട് പറഞ്ഞെന്നറിയോ? ഞാൻ അവളോട് ഒറ്റ കാര്യം പറഞ്ഞോളൂ, മോളെ നീ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കാമോ? എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ചെല്ലാമോ? നീ എല്ലാ ദിവസവും ഒരു വചനം പഠിക്കാമോ? നീ കഴിവുള്ള കൊച്ചാ, നിനക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. എല്ലാ ദിവസവും അച്ഛൻ പറയുന്ന ഈ പ്രാർത്ഥന നീ ചെയ്യാമോ? നീ പാസ്സായിരിക്കും. അവളെന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ പാസ്സാകാൻ വേണ്ടി അച്ഛൻ പറയുന്ന എന്ത് കാര്യവും ചെയ്യാം. ഞാൻ ഓർക്കുകയാ, അവൾ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറയാ, അച്ഛാ അടുത്ത ആഴ്ച എപ്പോഴെങ്കിലും അച്ഛനെ കാണാൻ വരാൻ പറ്റുമോ? അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? അവൾ പറയാ, അച്ഛാ ഞാൻ OET പരീക്ഷ പാസ്സായി. കഴിഞ്ഞ ആഴ്ചത്തെ സംഭവമാണ് ഈ പറയണേ. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ വിളിച്ചിട്ട് പറയാ, അച്ഛൻ ഞാൻ OET പരീക്ഷ പാസ്സായി, ഞാൻ വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഞാൻ വിദേശത്തേക്ക് പോകുകയാ, അച്ഛൻ്റെ അടുത്ത് വന്ന് എനിക്ക് ആശീർവാദം വാങ്ങിക്കണം. ഞാൻ എന്തിനത് നിങ്ങളോട് പറഞ്ഞെന്നറിയോ? സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ തോറ്റുപോകും. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമുക്ക് എത്തിരി കുറവുണ്ടെങ്കിലും നമ്മൾ വിജയിക്കും. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്, സ്വന്തം കഴിവിൽ ആശ്രയിക്കുമ്പോൾ ഓവർ കോൺഫിഡൻസ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കും. എന്നാൽ ഇച്ചിരി കുറവുണ്ടെങ്കിലും പോരായ്മയുണ്ടെങ്കിലും ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും നമ്മൾ വിജയിക്കും. കാരണം നമുക്ക് വേണ്ടി നിൽക്കുന്നത് സാക്ഷാൽ ദൈവമാണ്, നമ്മളല്ല. പലപ്പോഴും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ തോറ്റുപോകും. കാരണം നമ്മൾ അപൂർണരാ, എല്ലാ കാര്യങ്ങളും ചിന്തിക്കാൻ നമുക്കറിയില്ല. പക്ഷെ ദൈവത്തെ കൂട്ടുപിടിച്ച് ജീവിച്ചൊക്കെ നമുക്ക് വേണ്ടി ദൈവം പൊരുതും. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. പഴയ നിയമത്തിലൊരു ഉദാഹരണം കൂടി അച്ഛൻ പെട്ടെന്ന് എടുത്ത് പറയാം. മോശ എന്ന ഉദാഹരണം വളരെ സുന്ദരമായൊരു മനുഷ്യനാണ്. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ നമ്മൾ ഈ ഏറ്റവും നല്ലൊരു നേതാവെന്ന് ലോകം ചൂണ്ടിക്കാണിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് വരുന്ന വ്യക്തിയാണ് മോശ. കാരണം ഒത്തിരി വർഷം ഒരു ജനത്തെ മുഴുവൻ ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് എത്തിച്ച മനുഷ്യനാണ് മോശ. പക്ഷേ ഈ മോശയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. ഈ മോശയ്ക്ക് ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. വിക്കനായിരുന്നു, നല്ലൊരു വിക്കനായിരുന്നു. ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പാകത്തിന് കഴിവില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. കാരണം ഒന്നാമത്തെ അവൻ്റെ കുറവ് വിക്കുണ്ടായിരുന്നു. അവനൊരു കാര്യം സംസാരിക്കാൻ അറിയില്ലായിരുന്നു. രണ്ടാമത്തെ കാര്യം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, പെട്ടെന്ന് ദേഷ്യം വരും. മൂന്നാമത്തെ കാര്യം അവനൊരു കൊലപാതകയായിരുന്നു.
ഒത്തിരി കുറവുകളുണ്ടായിരുന്നു ഈ മോശയ്ക്ക്. പക്ഷേ ഒരു ജനത്തെ മുഴുവൻ നയിക്കാൻ ദൈവം ഏൽപ്പിച്ചു കൊടുത്തത് മോശയുടെ കാര്യങ്ങളിലാണ്. അതിന് മോശ ചെയ്തൊരു കാര്യമുണ്ട്. മോശയോട് ദൈവം പറയുന്നുണ്ട്, മോശെ ഈ ജനത്തെ നീ നയിക്കണം. മോശ തിരിച്ചാവശ്യപ്പെട്ട ഒറ്റ കാര്യമുള്ളൂ, ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ ഈ ജനത്തെ നയിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ദൈവമേ അങ്ങ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ കാര്യത്തെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും സ്വന്തം കഴിവിലല്ല, ദൈവത്തിൽ ആശ്രയിക്കുക. ഇന്നത്തെ സുവിശേഷം നമുക്ക് തരുന്ന ഒന്നാമത്തെ സന്ദേശത, സ്വന്തം കഴിവിലല്ല ദൈവത്തിൻ്റെ കഴിവിൽ ആശ്രയിക്കുക. രണ്ടാമത്തെ കാര്യം, ദൈവം ഏൽപ്പിക്കുന്ന ഒത്തിരി ചുമതലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്നത്തെ സുവിശേഷം പറയുക, ഈ 12 പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു. ദൈവം ഏൽപ്പിച്ച ഒത്തിരി ചുമതലകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാനൊരു അച്ഛനാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ഒത്തിരി ചുമതലകളുണ്ട്. ഞാനൊരു സിസ്റ്ററാണെങ്കിൽ എന്നെ ഏൽപ്പിച്ച ചുമതലകളുണ്ട്. ഞാനൊരു ഭർത്താവാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, മകനാണെങ്കിൽ, മകളാണെങ്കിൽ, സഹോദരനാണെങ്കിൽ, സഹോദരിയാണെങ്കിൽ, സുഹൃത്താണെങ്കിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ചുമതലകളുണ്ട്. ആ ചുമതലകൾ വൃത്തിയോടെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാവുക. ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ടെന്ന് എപ്പോഴും ഓർക്കുക. അപ്പം നമ്മുടെ ചുമതലകൾ നന്നായിട്ട് നിർവഹിക്കാനായിട്ട് എപ്പോഴും പരിശ്രമിക്കുക. കുറവുകളും പോരായ്മകളും ഉണ്ടെങ്കിലും ദൈവത്തെ കൂട്ടുപിടിച്ച് നമ്മുടെ ചുമതലകൾ ഭംഗിയാക്കാൻ എപ്പോഴും പരിശ്രമിക്കുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ കാര്യം, സ്വന്തം കഴിവിലല്ല ദൈവത്തിൻ്റെ കഴിവിലാണ് ആശ്രയിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചുമതലകൾ ഉത്തരവാദിത്തോടുകൂടെ ചെയ്യുന്നവനാണോ ഞാൻ, അതോ അതിൽ അലസതയോടെ ജീവിക്കുന്നവനാണോ ഞാൻ? തീരുമാനം എടുക്കേണ്ടതും ചിന്തിക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ ഇന്ന് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, ഈ പുതിയ വിദ്യാഭ്യാസ വർഷത്തിൽ ഞങ്ങളുടെ ചിന്തയിലും പ്രവൃത്തിയിലും അങ്ങയുടെ ആത്മീയ ചൈതന്യം നിറയ്ക്കുകയും ജ്ഞാനബോധം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, പഠിക്കുന്ന എല്ലാ മക്കൾക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സൗഖ്യദായകനായ ദൈവമേ, ഞങ്ങളുടെ ഇടവകി രോഗികളായി കഴിയുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് കുട്ടികളെ കാത്തുപരിപാലിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മളോരുത്തരെയും പിതാനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യത്തിരകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ ജഗണമായ ജനം മുഴുവൻ്റെയും കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഈ അപ്പത്തിനോടും വീഞ്ഞിനോടും കൂടെ നീന്തത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരണേ സ്വർഗീയ പിതാവേ. പ്രത്യേകമായിട്ട് ഇടവക സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒറ്റക്കെട്ടായ ഒരുമയോടുകൂടെ മുന്നോട്ട് പോകുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ പാരിഷ് ഹാളിൻ്റെ പണിയെ സമർപ്പിക്കുന്ന ഈശോയെ, സാമ്പത്തികമായിട്ട് നല്ല ഞെരുക്കങ്ങൾ ഞങ്ങൾക്കുണ്ട്. അത് പരിഹരിക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തിയും സമാധാനവും സന്തോഷവും തരണേ തമ്പുരാനെ. ഒത്തിരി പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരുണ്ട് കർത്താവേ.
സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്, പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ട്. അവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, 10ാം ക്ലാസ്സിൽ +2 പലവിധ കോഴ്സുകൾ ചെയ്യുന്നവർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ജർമ്മൻ കോഴ്സ് ചെയ്യുന്നവർ, OET IELTS SPSC ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങുന്നവർ, പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം നടക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവർ, മക്കൾ മൂലം സങ്കടപ്പെടുന്നവർ, വൃദ്ധരായ മാതാപിതാക്കൾ, ആരോരും കൂടെയില്ലാത്തവർ, ബിസിനസ്സിൽ തകർന്നു പോയവർ, വിസയുടെ തടസ്സങ്ങൾ മൂലം വേദനിക്കപ്പെടുന്നവർ, പ്രവാസ ജീവിതം അനുഷ്ഠിക്കുന്നവർ, ഈശോയെ എല്ലാ മക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രത്യേകമായിട്ട് ഇന്ന് കാഴ്ച സമർപ്പണം നടത്തിയ എല്ലാ മക്കളെയും അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണേ, കൈവിടാതെ കാക്കണേ ദൈവമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാറിയോസേപ്പിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തെങ്കിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവത്തിന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉദാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി വിശുദ്ധായ അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനും ഞങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സുഖത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശാരീരികവും സാത്വികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സ് ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിലെ നാഥനായ ദൈവം തന്റെ അഭ്യർത്ഥന ഏറ്റുവാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തൻ്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരണേതരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ.
സഹോദരേ, വിശാല സ്നേഹത്തിൽ ഞങ്ങൾ സമാധാനം നൽകുവിൻ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. പ്രാർത്ഥനയെ സാകിനെ യാക്കോബിനെ ദൈവമേ, ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. അതിനായി യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവായ ദൈവമേ, സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രൂവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടവിടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. ദൈവമേ, അവിടുന്നു പരിശുദ്ധൻ, ബലവാനേ, അവിടുന്നു പരിശുദ്ധൻ, മിശിഹായേ, അവിടുന്നു പരിശുദ്ധൻ, സൃഷ്ടാവേ, അവിടുന്നു പരിശുദ്ധൻ. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. മാലാഖമാർ നിന്നെ വാഴ്ത്തുന്നു, മംഗളഗീതങ്ങൾ പാടുന്നു. സർവചരാചരം നിൻ മുൻപിൽ സർവസമർപ്പണം ചെയ്തിടുന്നു. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും വേദനകളും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവമേ, നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ സ്ഥാപിച്ച കുദാശ വചനങ്ങളെ ഏറ്റവും ഭക്തിയോടെ നമുക്ക് ഈ നിമിഷം സമീപിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്യുന്നു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. സത്യദൈവസോനവേ, നിത്യസ്നേഹരൂപലേ, യേശുവേ, യേശുവേ, കൈതൊഴുന്നേരങ്ങേ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനും അതിരൂപത അധ്യക്ഷനുമായ മാർ റാഫേൽ പിതാവിന് വേണ്ടിയും അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും മറ്റു പിതാക്കന്മാർക്ക് വേണ്ടിയും
വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സംസ്ഥാനമാർ, സമർപ്പിതർ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും ഇവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾക്കും നിയോഗങ്ങൾക്കും വേണ്ടിയും അയോഗ്യനും പാപിയുമായ എനിക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന അങ്ങ് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവ് കടന്നു വരുന്ന നിമിഷമാണിത്. പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ നിമിഷം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുതിരകവും പരിശുദ്ധവും ജീവദായികവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായികവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. യാഗവേദിയിൽ സ്നേഹനാളമായി യേശുനായക വന്നു നീ, മാനസങ്ങളിൽ വാസമാകുവാൻ സ്വർഗഭോജ്യമായി തീർന്നു നീ, ജീവനേകുവാനപ്പമായി നീ ഭൂവിനേകി നിൻ രക്തവും നിത്യജീവിതം കാത്തിടുന്നിവ സത്യമാർഗമായി തീർന്നു നീ, സത്യമാർഗമായി തീർന്നു നീ. ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകൾക്കും വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് മാപ്പ് പറയാം. ഭിന്നതകൾ മൂലം, കലഹങ്ങൾ മൂലം മനസാക്ഷിയെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, യോജിപ്പോടും ഐക്യത്തോടും കൂടെ പെരുമാറാതിരുന്നിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, തഴക്കദോഷങ്ങൾ, രഹസ്യപാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ദൈവമേ നീ ഞങ്ങളോട് ക്ഷമിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമുക്കായിട്ട് തന്ന പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥനയോടൊപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ചേർത്ത് വെച്ച് സ്വർഗീയ പിതാവേ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ നന്നായി ഉയർത്തി ഉച്ചസ്വരത്തിൽ സ്വർഗീയ പിതാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ
ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുവിൻ. കർത്താവേ, നിന്റെ സഹായത്താൽ വിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി സമരം ചെയ്ത് വിജയം വരിച്ചു. നിന്റെ ആത്മസമർപ്പണം അവരെ ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്നേഹം അവർക്ക് പ്രചോദനം അരുളുകയും ചെയ്തു. അവരോടുകൂടി ഭാവി ജീവിതത്തിന്റെ പ്രത്യാശയിൽ ഞങ്ങളും പങ്കുചേരുകയും ഭക്ത്യാദരപൂർവം ഈ ദിവരഹസ്യങ്ങളെ സമീപിക്കുകയും ചെയ്യുന്നു. മിശിഹായുടെ ശരീരവും രക്തവും കണ്ണങ്ങളുടെ പൂർത്തിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തൻ്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ നമ്മുടെ പാപങ്ങളുടെ കറ മായ്ച്ചു കളയുകയും ചെയ്ത് നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന് അനുഗ്രഹീത ജനമേ, കർത്താവിൻ്റെ മേച്ചിൽ സ്ഥലത്തെ യാചകണമേ. നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. അവിടുന്ന് തൻ്റെ കാരുണ്യവും അനുഗ്രഹവും നിങ്ങളിൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കൈ നിങ്ങളെ എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കൃപയുടെ സ്വസ്തി. അങ്ങ് ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞങ്ങൾ വരുമാനം അറിഞ്ഞുകൂടാ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം തമ്പുരാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.